പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന ചില സമയങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പുറകോട്ട് വലിക്കപ്പെടുന്ന ചില സമയങ്ങൾ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന ചില സമയങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കിതൊന്നും മൈൻഡാക്കാതെ, ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ദൈവകൃപയാണ്, അത് വലിയൊരു ദൈവിക ശക്തിയാണ്. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ശരിക്കും ആത്മശക്തിയിൽ, ആ സെൽഫ് കോൺഫിഡൻസിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ചില മനുഷ്യരുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ മറ്റുള്ളവർ വളരെ മോശമായ കാര്യങ്ങൾ അവരെക്കുറിച്ച് പറഞ്ഞെന്ന് അവർ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കഴിയുമ്പോൾ ജീവിതം മടുത്തിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ജീവിതം മടുത്തു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള അവഗണനകൾ കേട്ട് കഴിയുമ്പോൾ, ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾ കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് വളരെ മോശമായത് എന്തെങ്കിലും പറഞ്ഞെന്ന് കേട്ട് കഴിയുമ്പോൾ പിന്നെ അവരുടെ ജീവിതത്തിൽ അവരങ്ങോട്ട് സ്റ്റോപ്പായി പോവാണ്. അവർക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളും പഴയതുപോലെ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തികൾ വായിച്ചിരിക്കേണ്ട ഒരു വലിയ സുവിശേഷ ഭാഗമാണ് മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം. ആ 6-ാം അധ്യായത്തിൻ്റെ തലക്കെട്ട് നമ്മൾ കാണുന്നത് യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നതായിട്ടാണ്. എങ്ങനെയാണ് യേശു അവഗണിക്കപ്പെട്ടത്? വചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അവിടെ പ്രധാനമായിട്ട് എടുത്തു പറയുന്ന അവഗണന 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതത്തിലാണ്. എങ്ങനെയാണ് ഈശോ അവിടെ അവഗണിക്കപ്പെടുന്നതെന്ന് അറിയണമെങ്കിൽ 6-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുലിഖിതം നമ്മൾ വായിച്ചു നോക്കണം. അവിടെ വചനം പറയുന്നു, ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസേ, യൂദാ, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ. ഇങ്ങനെയാണ് ഈശോയെക്കുറിച്ച് അവർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് ഒരു അവഗണനയായിട്ട് മാറുന്നതെന്നായിരിക്കും ഇപ്പം നമ്മുടെ ചോദ്യം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക യഹൂദ സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെക്കുറിച്ചൊന്ന് നമ്മൾ അറിയണം. അതിങ്ങനെയാണ്, അന്നത്തെ കാലത്ത് യഹൂദ സംസ്കാരത്തിൽ പുരുഷനായിരുന്നു കൂടുതൽ മേധാവിത്വം ഉണ്ടായിരുന്നത്, പുരുഷനായിരുന്നു കൂടുതൽ പവർ ഉണ്ടായിരുന്നത്. സ്ത്രീകളെക്കാളും മുൻഗണന എന്ത് കാര്യത്തിനും പുരുഷനാണ് കൊടുത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുടുംബത്തിൽ മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ മക്കളെ അപ്പൻ്റെ മകനായിട്ടാണ് സമൂഹത്തിൽ എപ്പോഴും എടുത്ത് പറഞ്ഞു കാണിക്കാറ്, അമ്മയുടെ മകനായിട്ടോ മക്കളായിട്ടോ അല്ല എടുത്ത് പറയാറ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമ യഹൂദ സംസ്കാരത്തിലേക്കൊന്ന് പോയി നോക്കിയാൽ മതി. ഇസഹാക്ക് അബ്രാഹത്തിൻ്റെ മകനായിട്ടാണ് കാണിക്കുന്നത്, സാറയുടെ മകനായിട്ടല്ല. അല്ലെങ്കിൽ യാക്കോബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യാക്കോബ് ഇസഹാക്കിൻ്റെ മകനായിട്ടാണ് എപ്പോഴും എടുത്ത് പറയാറ്. യാക്കോബിനെ യാക്കോബിൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല അവിടെ എടുത്ത് സംസാരിക്കാറ്. അതുപോലെ തന്നെ സോളമനെ ദാവീദിൻ്റെ മകനായിട്ടാണ് എടുത്തു പറഞ്ഞു കാണിക്കാറ്. അല്ലാതെ സോളമൻ്റെ അമ്മയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞല്ല സോളമനെ കുറിച്ച് പറയാറ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് ആ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമില്ലായിരുന്നു. പുരുഷ മേധാവിത്വം നിറഞ്ഞൊരു സംസ്കാരമായിരുന്നു. സ്ത്രീകളെ അന്നത്തെ കാലത്ത് കാര്യമായിട്ട് പരിഗണിച്ചില്ല. അവരൊട്ടും പ്രാധാന്യമില്ലാത്ത ആൾക്കാരായിട്ടാണ് അവരെ കണക്കാക്കിയത്. അവർക്കങ്ങനെ ഒരു കാര്യമായ പ്രാധാന്യം കൊടുത്തുള്ള ഒരു സംസ്കാരമായിരുന്നില്ല അത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി ഇന്ന സ്ത്രീയുടെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ വ്യക്തിയെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് സമൂഹത്തിൽ ഒരു പ്രാധാന്യം പോലും ഇല്ല എന്ന് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീയുടെ മകൻ എന്നൊക്കെ സാധാരണഗതിയിൽ അന്നത്തെ സംസ്കാരത്തിൽ പറയാറ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മർക്കോസിന് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുലിഖിതത്തിൽ ഈശോയെ ഇതുപോലെ എടുത്തു പറഞ്ഞ് അവിടെ അവഗണിക്കുകയാണ്. അവിടെ വചനത്തിലൂടെ പറയാണ്, ഇവൻ മറിയത്തിൻ്റെ മകൻ. അപ്പോൾ ഈശോ അന്നത്തെ സംസ്കാരം അറിഞ്ഞ് ജീവിക്കുമ്പോൾ ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇവിടെ ഈശോ അവഗണിക്കപ്പെട്ടുവെന്ന്. ഈശോ ഇവിടെ മറ്റുള്ളവരെ തരം താഴ്ത്തപ്പെട്ടുവെന്ന് ഈശോയ്ക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അവിടെ ഉണ്ടായിരുന്ന സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ഒന്നും ഈശോയെ വേണ്ട എന്നുള്ള കാര്യം ഈശോയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ വചനം പറയുന്നുണ്ട്, അവിടെ ഈശോ കാര്യമായിട്ടുള്ള അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല, പകരം ആ സ്ഥലത്ത് നിന്ന് ഈശോ ഓടിപ്പോവുകയാണ്. ഇവിടെ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ പാഠമുണ്ട്. എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? നമ്മളെ ഇങ്ങനെ അവഗണിക്കുന്ന, നമ്മളെ വേണ്ടാത്ത, നമ്മളെ തരം താഴ്ത്തുന്ന പല പല സാഹചര്യങ്ങൾ നമുക്കുണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാകാം. നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം, നമ്മുടെ കുടുംബക്കാരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക. നമ്മുടെ മനസ്സും ആത്മാവും ചിന്തകളും അവർ തരുന്ന അവഗണനകളിലേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെയുള്ള അവഗണനകളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് വെച്ച് കൊടുത്ത് അതിനെക്കുറിച്ച് ഓർത്ത് എപ്പോഴും ചിന്തിച്ച് മനസ്സ് മടുപ്പിച്ച് ജീവിക്കരുത്.
ആ സ്ഥലത്ത് നിന്ന് തന്നെ എത്രയും പെട്ടെന്ന് മാറിപ്പോയിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരുപക്ഷെ നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെ അങ്ങനെയുള്ള അവഗണനകളിൽ കൊണ്ടിടാതിരിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിച്ച മോശം സാഹചര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാതിരിക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മുന്നോട്ട് പോകണം. ഇതിനെയാണ് ശരിക്കും ആത്മധൈര്യം എന്ന് പറയുന്നത്. ഇതൊരു കഴിവ് മാത്രമായിട്ട് കാണരുത്, ഇതൊരു കൃപയാണ്. ഈ കൃപയുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും. ഈശോയെ നോക്കിയാൽ ഈശോ എന്താണ് അവിടെ ചെയ്തത്? 6-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുക. അവൻ അവരെ എതിരിടാൻ പോയില്ല, അവൻ അവരെ വിമർശിക്കാൻ പോയില്ല. പകരം അവൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചുറ്റി സഞ്ചരിച്ച് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് അവർ ചെയ്യേണ്ട പണികളൊക്കെ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് കർത്താവിന് സുവിശേഷ വേല ചെയ്യാൻ അവരെ പഠിപ്പിച്ച് അവർക്ക് ബോധ്യം കൊടുത്ത് അവരെ പറഞ്ഞയച്ചു. ഇവിടെ കണ്ടോ, ഈശോയുടെ വാക്കുകൾ മാത്രമല്ല സുവിശേഷം, ഈശോയുടെ ജീവിതവും ഒരു സുവിശേഷമാണ്. നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് പകരം ചോദിക്കാൻ പോയാൽ നമ്മൾ ശരിക്കും അവിടെ വിജയിക്കുകയല്ല ചെയ്യുന്നത്, നമ്മളവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. വിജയം കിട്ടുന്ന എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്ത് വിജയിപ്പിക്കുന്നതിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ എതിരിടാനായിട്ടൊന്നും നമ്മൾ പിറകോട്ട് പോകരുത്, നമ്മൾ മുന്നോട്ട് ലക്ഷ്യം വെച്ച് പോവുക. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 13-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കിയേ. വചനം പറയുന്നു, എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് മനസമാധാനത്തോടെ മുന്നോട്ട് പോകാനുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പല വ്യക്തികളിലൂടെ അനുഭവിച്ച അവഗണനകളെ, തരം താഴ്ത്തലുകളെ, കളിയാക്കലുകളെ, ഇവയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പല പല വിഷമങ്ങൾ ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ കൂട്ടുകാരിൽ നിന്ന്, എൻ്റെ സമൂഹത്തിൽ നിന്ന് എല്ലാം നേരിട്ടിട്ടുണ്ട്. കർത്താവെ, എന്നിലുള്ള വൈരാഗ്യത്തിൻ്റെ, എതിർപ്പിൻ്റെ, വിമർശനത്തിൻ്റെ ചിന്തകൾ എടുത്തു മാറ്റി ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം സമാധാനത്തോടെ, മനഃശാന്തിയോടെ, ആത്മവിശ്വാസത്തോടെ ചെയ്ത് അതിൽ വിജയം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയച്ച് വലിയ അഭിഷേകം നൽകണമേ. എൻ്റെ മടുത്തുപോയ ജീവിതത്തിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇറക്കി ജീവിതത്തിൽ നല്ല കൃപയിലൂടെ, നല്ല ആത്മവിശ്വാസത്തിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അവിടെ തന്നെ സഹായിക്കണമേ. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്കൊരു ആശീർവാദം സ്വീകരിക്കാം.